2025 വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ചോദ്യപേപ്പർ എന്നുള്ള ചോദ്യമാണ്. ചോദ്യം ഇതാണ്: 40 മീറ്റർ നീളവും 30 മീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിന്റെ ചുറ്റളവ് ഒരു സമചതുരത്തിന്റെ ചുറ്റളവിനോട് തുല്യമായാൽ ആ സമചതുരത്തിന്റെ വശം എത്രയായിരിക്കും? ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ 35, ഓപ്ഷൻ ബി 40, ഓപ്ഷൻ സി 30, ഓപ്ഷൻ ഡി 37. ഈ ചോദ്യം എങ്ങനെ നമ്മൾ ചെയ്യും? അവർ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആദ്യ കണ്ടീഷൻ നോക്കുക. 40 മീറ്റർ നീളവും 40 മീറ്റർ നീളവും 30 മീറ്റർ വീതിയുമുള്ള ഒരു ചതുരം അല്ലെ, ഇതിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് ഒരു സമചതുരത്തിന്റെ ചുറ്റളവിന് തുല്യമാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഈ ചതുരത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കണം. ചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 2 × L + B അല്ലെ, 2 × L + B അല്ലെ, 2 × നീളം അധികം വീതി ചെയ്തേ. 2 × 40 + 30, 2 × 70 എത്ര വരും? 140. ഈ 140 എന്ന് പറയുന്നത് ഒരു സമചതുരത്തിന്റെ ചുറ്റളവിന് തുല്യമാണ്. സമചതുരത്തിന്റെ ചുറ്റളവ് 140 ആണെങ്കിൽ അതിന്റെ ഒരു വശം എത്രയാ? സമചതുരത്തിന്റെ ചുറ്റളവ് എല്ലാ വശവും തുല്യമായിട്ട് 4 വശവും കൂടെ കൂട്ടുന്നതല്ലേ? 4 വശം കൂടെ കൂട്ടുന്നതിന് പകരം 4 × ഒരു വശം എടുത്താൽ പോരെ. ആ 4 × ഒരു വശം എന്ന് പറയുന്നത് എത്രയാ? 140 ആണ്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കണം ഇവിടെ ഒരു വശം എത്രയാണ്. ഒരു വശം എത്രയാണ് എന്ന് കണ്ടെത്താനായിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്യണം? ഈ 4നെ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകണം. 140 ÷ 4 എന്ന് വരുന്നതാണ്. അപ്പൊ ഇവിടെ ഉത്തരം എത്രയാണ്? ഉത്തരം 35. 140നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഉത്തരം എത്ര എന്ന് വരും? 35 എന്ന് വരും. 35 ഓപ്ഷൻ ആക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഓപ്ഷൻ എ.